السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും ഹൃദ്യമായ ഈദുൽ ഫിത്തർ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പരമാവധി പാലിക്കുവാൻ ശ്രദ്ധിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഘോഷങ്ങൾ ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇസ്ലാം നമുക്ക് നൽകിയ രണ്ട് ആഘോഷങ്ങൾ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആഘോഷങ്ങൾ നമുക്ക് നൽകിയത് കേവലം ഏതെങ്കിലും വംശ വർഗ ദേശവുമായി ബന്ധപ്പെട്ടതല്ല, ആരുടെയെങ്കിലും ജനനമോ മരണമോ ആയി ബന്ധപ്പെട്ടതല്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആഘോഷങ്ങൾക്ക് ത്യാഗത്തിൻ്റെ സ്മരണകളാണ് അറിയിക്കാനുള്ളത്. സ്നേഹത്തിൻ്റെ ആഹ്വാനമാണ് സമൂഹത്തിന് മുന്നിൽ മുന്നോട്ട് വെക്കാനുള്ളത്. ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹത്തായ സന്ദേശം ഉദ്ഘോഷിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന ഈ ഒരു സന്ദർഭങ്ങളിൽ നാം ആ ഒരു സന്ദേശത്തിൻ്റെ വാഹകരായി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. നീണ്ട ഒരു മാസക്കാലത്തെ ത്യാഗപൂർണമായ വ്രതാനുഷ്ഠാനത്തിന് ശേഷം മുസ്ലിം സമൂഹം വലിതുകബ്ബിറല്ലാഹു അലാ മാ ഹദാക്കും, അവർക്ക് ലഭ്യമായിട്ടുള്ള ഹിദായത്തിന്റെ സന്മാർഗത്തിന് നന്ദി പ്രഖ്യാപിച്ചുകൊണ്ട് എണ്ണം പൂർത്തീകരിച്ചതിന് ശേഷം അള്ളാഹു നമുക്ക് നൽകിയ ഹിദായത്തിന്, അതിൻ്റെ അനുഗ്രഹത്തിന് നന്ദി എന്നോണം ആ അള്ളാഹുവിനെ തക്ബീർ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, ആ റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. മാത്രമല്ല, ഈദുൽ ഫിത്തർ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും മനസ്സിന്, അവൻ്റെ കൽബിന് സന്തോഷം പകരുന്നതാണ്. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തികഞ്ഞ പ്രതീക്ഷയോടുകൂടി മനസ്സമാധാനത്തോടുകൂടി നിൽക്കേണ്ടതാണല്ലോ എന്ന സന്തോഷം, ആ ഒരു പ്രതീക്ഷയോടുകൂടി കടന്നു ചെല്ലാൻ കഴിയുമല്ലോ എന്ന
സന്തോഷമാണ് ഈ ആഘോഷങ്ങൾ ഈദുൽ ഫിത്ർ വിശ്വാസിക്ക് നൽകുന്നത്. ഇസ്ലാമിക സമൂഹം ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ അനുഗ്രഹം കരസ്ഥമാക്കി ആത്മസംസ്കരണത്തിലൂടെ മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട് അള്ളാഹുവുമായുള്ള ബന്ധം ഏറ്റവും നല്ല രൂപത്തിൽ ഉണ്ടാക്കിയെടുത്ത് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം ഏറ്റവും നല്ല രൂപത്തിലേക്ക് മാറ്റി ദീനീപരമായ ജീവിതവുമായി മുന്നോട്ടു പോയ ഈ ഒരു മാസക്കാലഘട്ടം വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നാം ഏറ്റവും നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളയാനും വേണ്ടി മനുഷ്യ സമൂഹം, വിശ്വാസി സമൂഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. സക്കാത്തുൽ ഫിത്റിലൂടെ അവസാന സമയത്ത് തുഹറത്തുൽ ലിസ്വാഇമീൻ വതുഅമത്തുൽ ലിൽ മസാകീൻ, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണമെന്നോണം, നോമ്പ് നോറ്റ നോമ്പുകാർക്ക് അതിന്റെ പോരായ്മകൾ പരിഹരിക്കാനുള്ള വിശുദ്ധി എന്നോണം പാവപ്പെട്ട ആളുകൾക്ക് ഫിത്ർ സക്കാത്ത് നൽകിക്കൊണ്ട് അതിന്റെ അവസാന ഭാഗവും അവന്റെ ജീവിതത്തിനെ ശുദ്ധീകരിക്കാൻ, ആ നോമ്പിൽ വന്നുപോയിട്ടുള്ള പോരായ്മകളെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടാണ് വിശ്വാസി ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്നത്. അതേപോലെ തന്നെ നോമ്പിലും മറ്റും നമുക്ക് വന്നുപോയിട്ടുള്ള പോരായ്മകൾ പരിഹരിക്കാനുള്ള തേട്ടത്തോടുകൂടിയാണ് ഈദുൽ ഫിത്റിനെ മുസ്ലിം സമൂഹം വരവേറ്റിട്ടുള്ളത്. നാം ഒരു മാസക്കാലമായി ഈ സമൂഹത്തിന്റെ പല ആഗ്രഹങ്ങളിൽ നിന്നും, സമൂഹത്തിന്റെ പല ആചാരങ്ങളിൽ നിന്നും, പല ശീലങ്ങളിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. പല സമ്പ്രദായങ്ങളെയും നാം മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിന്റെ പല ആഗ്രഹങ്ങളെയും എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ മനസ്സിൽ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ ആ റബ്ബിന്റെ സ്ഥാനത്തിനു വേണ്ടി മാറ്റിവെച്ച വിശ്വാസി സമൂഹമാണ് ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധമാണ് മുസ്ലിം സമൂഹത്തിന് ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടാവേണ്ടത്. കേവലം ഒരു ആഘോഷം എന്നതിലപ്പുറം ഇത് ഒരു ആരാധനയാണ് എന്ന തിരിച്ചറിവാണ് വിശ്വാസി സമൂഹത്തിന് ഉണ്ടാവേണ്ടത്. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ മഹത്തായ ഭാഗ്യം സിദ്ധിച്ച നാം ഈ ഒരു മാസക്കാലത്തെ എണ്ണം പൂർത്തീകരിച്ച നോമ്പിലൂടെ, വ്രതാനുഷ്ഠാനത്തിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രമായിട്ടുള്ള നാം ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലനിർത്താനും വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിനെ നാം ശുദ്ധീകരിക്കുകയായിരുന്നു. അങ്ങനെ ശുദ്ധീകരിച്ച ആളുകൾക്ക്, അങ്ങനെ മനസ്സിനെ കഴുകിക്കളഞ്ഞവർക്ക്, മാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സന്തോഷമുണ്ട്, വിജയമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. ഖദ് അഫ്ലഹ മൻ തസക്ക, ആ മനസ്സിനെ ശുദ്ധീകരിച്ച ആളുകൾക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ സന്തോഷമുള്ളത്, വിജയമുള്ളത് എന്ന്. ഇങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ പൂർണ്ണമായും ഇഷ്ടപ്പെട്ട അടിമകളായിക്കൊണ്ട്, വിശ്വാസികളായിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നാം ഈ ആഘോഷിക്കുന്ന ഈദുൽ ഫിത്ർ നമുക്ക് സമ്മാനിച്ച ഇസ്ലാമിന്റെ സന്ദേശം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ്. ആ ഒരു സന്ദേശം വിശുദ്ധ റമദാനിന് ശേഷവും ശവ്വാലിലും അതിനുശേഷമുള്ള 10 മാസങ്ങളിലും നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാം തിരിച്ചറിയുക, റമദാൻ മാസത്തിൽ ഏതൊരു നാഥന്റെ മുമ്പിലായിരുന്നോ നാം നമസ്കരിച്ചിരുന്നത്, ഏതൊരു റബ്ബിന്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടിയായിരുന്നോ നാം ആരാധനകൾ നിർവഹിച്ചിരുന്നത്, അതേ റബ്ബ് ശവ്വാൽ മാസത്തിലും നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതേ റബ്ബ് ഇനി അടുത്ത റമദാൻ മാസം വരെയുള്ള 11 മാസങ്ങളിൽ നമ്മുടെ ആരാധനകൾക്കായി, നമ്മുടെ സൽപ്രവർത്തനങ്ങൾക്കായി, നമ്മുടെ ദീനീ പരിശ്രമങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ആ അള്ളാഹുവിന് മുമ്പിൽ നിലനിൽക്കുന്ന വിശ്വാസികളായി നമ്മൾ മാറുക. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സംസ്കരണം നേടിയെടുത്ത വിശ്വാസി സമൂഹത്തിന് അത് നിലനിർത്താൻ സാധിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അയക്കപ്പെട്ട ഓരോ പ്രവാചകന്മാരും ആ സമൂഹത്തിൽ ചെയ്തിട്ടുള്ളത് ആ സംസ്കരണമാണ്, ആ ശുദ്ധീകരണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരക്ഷരരായ ഒരു സമൂഹത്തിന്റെ പ്രതീതിയായിക്കൊണ്ട്, അല്ലെങ്കിൽ അവരിൽപ്പെട്ട ഒരാളായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിക്കുകയും എന്നിട്ട് അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോ, ദീനീപരമായ കാര്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞപ്പോ, ഈ ലോകത്തിന്റെ അന്ത്യനാൾ വരെയുള്ള സമൂഹത്തിന് മാതൃകയാകുന്ന രൂപത്തിലേക്കുള്ള ഒരു സമൂഹമായി അവരെ മാറ്റിയെടുക്കാൻ സാധിച്ചത് ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനവും ജീവിതവും സംസ്കരണവുമാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ള ആ സംസ്കരണം നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്നേഹത്തിന്റെയും ഓരോ നന്മയുടെയും സന്ദേശത്തിന്റെ വാഹകരായി മാറുക. നാം ഇസ്ലാം നമ്മോട് പറയുന്നത് പരസ്പരം സാഹോദര്യമുള്ളവരാവണം, പരസ്പരം സ്നേഹിക്കുന്നവരാകണം. വെറുപ്പോ അല്ലെങ്കിൽ അഹങ്കാരമോ അസൂയയോ അത്തരത്തിലുള്ള ഏതെങ്കിലും മ്ലേച്ഛമായ മോശമായ സ്വഭാവ ദൂഷ്യങ്ങളുമായി ജീവിക്കേണ്ടവരല്ല ഇസ്ലാമിന്റെ വക്താക്കൾ. മറിച്ച് പരസ്പരം ഇഷ്ടപ്പെടുന്ന, പരസ്പരം ബന്ധങ്ങൾ പുതുക്കുന്ന, അയൽവാസിയുടെ പ്രയാസങ്ങളെ തിരിച്ചറിയുന്ന, ഈ ഭൂമിയിലുള്ള മനുഷ്യർക്കും മറ്റെല്ലാ ജീവികൾക്കും സ്നേഹമാകുന്ന, കാരുണ്യമാകുന്ന സമൂഹമാകണം ഇസ്ലാമിക സമൂഹമെന്നാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ, ഈ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിലുള്ള ജീവികളോട് നിങ്ങൾ കാരുണ്യം കാണിക്കണമെന്ന് പ്രഖ്യാപിച്ച ഇസ്ലാമിന്റെ വക്താക്കളാണ് നമ്മൾ. നമുക്കൊരിക്കലും പ്രയാസമുണ്ടാക്കാൻ, ആശങ്കകൾ സൃഷ്ടിക്കാൻ സാധിക്കുകയില്ലെന്ന തിരിച്ചറിവുണ്ടാവുകയും ആ രൂപത്തിലുള്ള ജീവിതം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. വിശുദ്ധ റമദാനിലൂടെയും ഈ ഈദുൽ ഫിത്തറിലൂടെയും നമുക്ക് സാധിക്കേണ്ടത് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ, എല്ലാവിധ അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിന്റെ വഴിത്താരയിലേക്ക് നയിച്ചിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അന്ധകാരങ്ങളെയും മാറ്റിമറിക്കണം. നമുക്ക് പ്രകാശത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കണം. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ ഒരു അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ സാധിച്ചുവെങ്കിൽ ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ നിന്നും മാറിപ്പോവാതിരിക്കാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ അള്ളാഹുവിന്റെ ഓരോ കൽപ്പനകളും പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അതാണ് വിശ്വാസികളെ നോമ്പ് നോറ്റിട്ടുള്ള, നമസ്കാരം നിർവഹിക്കുന്ന വിശ്വാസികളെ വിളിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസി സമൂഹമേ. എന്താണ് വിശ്വാസികളോട് അള്ളാഹുവിന് പറയാനുള്ളത്? ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ അള്ളാഹുവിന്റെ മുമ്പിൽ റുകൂ ചെയ്യണം, സുജൂദ് ചെയ്യണം, സാഷ്ടാംഗം നിർവഹിക്കണം, ആരാധനകൾ നിർവഹിക്കണം. ആ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ആരാധനകൾ നിർവഹിക്കണം. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഓരോ ആരാധനകളും അതിൻ്റെതായ രൂപത്തിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. നാം ഈ റമദാൻ മാസത്തിൽ ഒരുപാട് റക്അത്തുകൾ നമസ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ അനേകം സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിച്ചു. എന്താണ് വിശുദ്ധ ഖുർആൻ നമസ്കാരത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ട്, നമസ്കാരത്തിന്റെ പ്രതിഫലനമായിക്കൊണ്ട് പറഞ്ഞത്? ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം എന്നത് ഓരോ മ്ലേച്ഛമായ മോശമായ കാര്യങ്ങളിൽ നിന്നും വിശ്വാസിയെ മാറ്റി നിർത്തുന്നതാവണം. നമ്മുടെ ആരാധനകൾ ആ രൂപത്തിലേക്ക് മാറുകയും എന്നിട്ട് അല്ലാഹു സൂചിപ്പിക്കുന്നത് പോലെ വഫ്അലുൽ ഖൈർ, നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകണം. എന്താണ് വിശ്വാസികൾക്ക് നന്മ? എന്താണ് അവരുടെ ജീവിതത്തിൽ നന്മയുടെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ളത്? നമ്മുടെ വ്യക്തി ജീവിതത്തിലും, നമ്മുടെ കുടുംബ ജീവിതത്തിലും, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും നന്മയുടെ സന്ദേശം പകരാൻ, നന്മയുടെ വാഹകരാവുവാൻ, നന്മയുടെ മാർഗത്തിൽ സജീവരായി മുന്നോട്ട് പോകുന്നവരാകുവാൻ നാം പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പെരുമാറ്റങ്ങളിൽ നിന്ന്, നമ്മുടെ സംസാരങ്ങളിൽ നിന്ന്, നമ്മുടെ സ്വഭാവങ്ങളിൽ നിന്ന്, നമ്മുടെ നടത്തത്തിൽ നിന്ന്, നമ്മുടെ ഇടപാടുകളിൽ നിന്ന് നമുക്ക് നന്മ പ്രവർത്തിക്കാൻ സാധിക്കണം. ആ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കണം. നമ്മുടെ കച്ചവടങ്ങളിലും, നമ്മുടെ ജോലിയിലും, നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും ആ ഒരു നന്മയെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ഖൈറിന്റെ, നന്മയുടെ വാഹകരായി നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ പോവുകയാണ് എങ്കിൽ, അങ്ങനെ ജീവിക്കുകയാണ് എങ്കിൽ, അങ്ങനെയുള്ളവർക്കാണ് അല്ലാഹുവിന്റെ അടുക്കൽ വിജയമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ. എങ്ങനെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ എങ്ങനെ നന്മ പ്രവർത്തിക്കാൻ കഴിയും? നമ്മുടെ കുടുംബത്തിൽ എങ്ങനെ നന്മയുടെ മാർഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസിയുടെ ജീവിതത്തിൽ, മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ കേവലം വ്യക്തിപരമായ ജീവിതം കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരുപാട് ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ് വിശ്വാസിയുടെ ജീവിതം. ബന്ധങ്ങളെ കൊണ്ട് സമൃദ്ധമാകണം, ബന്ധങ്ങളെ കൊണ്ട് സുദൃഢമാകണം വിശ്വാസിയുടെ ജീവിതം എന്നത്. നമ്മുടെ ഉപ്പയോടും ഉമ്മയോടുമുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ബാധ്യതകൾ നാം തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളോടുള്ള ബന്ധങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോടുള്ള ബന്ധത്തെക്കുറിച്ച്, അള്ളാഹുവിനോടുള്ള ബാധ്യതയെക്കുറിച്ച് പറഞ്ഞതിന്റെ തൊട്ടടുത്താണ് ഉപ്പയോടും ഉമ്മയോടുമുള്ള ബാധ്യതയെക്കുറിച്ച് പറഞ്ഞതെന്ന് തിരിച്ചറിയുക. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ആ അള്ളാഹുവിനല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, ആ അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ ആരാധനകളും തേട്ടങ്ങളും പാടുള്ളൂ. എന്നിട്ട് അള്ളാഹു പറയുന്നു,
ചെയ്യുന്നു, നിങ്ങളുടെ ഉപ്പയോടും ഉമ്മയോടും നിങ്ങൾ നല്ല രൂപത്തിൽ പെരുമാറണം. നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധത്തെ എന്തെങ്കിലും പോരായ്മകൾ വന്നുപോയിട്ടുണ്ട് എങ്കിൽ ഈ ഈദുൽ ഫിത്തറിന്റെ സുദിനത്തിൽ അതിനെ നന്നാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം, അതിനെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അലങ്കാരമായിക്കൊണ്ട്, നമുക്ക് സന്തോഷമായിക്കൊണ്ട്, നമുക്ക് അഭിമാനമായിക്കൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ് നമ്മുടെ മക്കൾ. ആ മക്കളുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ മാർഗത്തിൽ നന്മയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം, നന്മ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. മക്കളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിന്റെയും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും അലങ്കാരമായ മക്കളെ സ്നേഹിക്കുന്ന, മക്കളെ ഇഷ്ടപ്പെടുന്ന മക്കളുമായുള്ള ബന്ധത്തെ നന്നാക്കുന്നവരായി നമ്മൾ മാറണം. ഇണകളുമായുള്ള ബന്ധങ്ങളെ നമ്മൾ നന്നാക്കണം. നമ്മുടെ കുടുംബത്തിലുള്ള മറ്റോരോ കുടുംബ ബന്ധങ്ങളെയും നന്നാക്കിയെടുക്കാൻ ഈ ഈദുൽ ഫിത്തർ നമുക്ക് ഉപകാരപ്രദമാകണം. കേവലം ആഘോഷിച്ച് ഭക്ഷണം കഴിച്ച് ടൂറിലൂടെ മാത്രം ഒതുങ്ങിപ്പോവേണ്ടതല്ല ഈദുൽ ഫിത്തർ. നമ്മുടെ കുടുംബങ്ങളിൽ രോഗവുമായി പ്രയാസപ്പെടുന്നവരെ സന്ദർശിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള ആളുകളുണ്ട്. വിശ്വാസിക്ക് സമൂഹത്തിൽ ഒരുപാട് ബാധ്യതകളുണ്ട്. സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെ, സമൂഹത്തിൽ കഷ്ടപ്പാടിലൂടെ ജീവിക്കുന്നവർക്ക് ആശ്വാസമാകാൻ, തണലാകാൻ മുഅ്മിനിന് സാധിക്കണം. അതിനുള്ള സുദിനമായി ഈ ഈദുൽ ഫിത്തറിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൽ നാം ഈ പ്രയാസം അനുഭവിക്കാതെ, ഒരു പ്രശ്നവുമില്ലാതെ സന്തോഷത്തോടുകൂടി പെരുന്നാൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ചുറ്റുപാടും ആശുപത്രികളിലും വീടുകളിലുമായിക്കൊണ്ട് നമ്മെ പോലെ പെരുന്നാൾ നമസ്കാരത്തിന് വരണമെന്ന് ആഗ്രഹിക്കുന്ന അനേകായിരങ്ങളുണ്ട്. അവർക്ക് ഒരു നിമിഷമെങ്കിലും തണലാകാൻ, ആശ്വാസമേകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് സഹോദരികൾ, പിഞ്ചു പൈതങ്ങൾ, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഫലസ്തീനിലെ ഗസയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന് പ്രയാസമുണ്ടാകണം. നമ്മുടെ മനസ്സ് ആ പ്രയാസത്തോടുകൂടി അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. എന്താണ് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്? ഗസയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് നാം പെരുന്നാളിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി പുത്തൻ പുടവകളെടുത്ത സമയത്ത് അവിടെ ഫലസ്തീനിലെ സഹോദരിമാർ, ഫലസ്തീനിലെ ഉമ്മമാർ അവരുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ മക്കളുടെ മയ്യത്ത് മറയ്ക്കാൻ വേണ്ടി കഫൻ പുടവ അന്വേഷിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നല്ല മാംസം വേവുന്ന സമയത്ത്, രുചികരമായ സുഗന്ധം നമ്മൾ അനുഭവിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ഗാസയിൽ മൃതശരീരങ്ങളുടെ ഗന്ധമാണ് അവർ അനുഭവിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയുണ്ടാകണം. നമ്മുടെ മനസ്സ് വേദനിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഹു വൽ ഇബാദ, പ്രാർത്ഥന അത് ആരാധനയാണ്. പ്രിയപ്പെട്ടവരെ, ഫലസ്തീൻ മക്കൾക്ക് നമുക്ക് ചെയ്യാനുള്ളത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്ന ആരാധനയാകുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയേക്കാൾ വലിയ ആയുധമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, ആ ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന പിഞ്ചു പൈതങ്ങൾക്ക്, സഹോദരങ്ങൾക്ക്, സഹോദരികൾക്ക് ആശ്വാസവും സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനൻ. പിന്നെന്താണ് നമുക്ക് അവർക്ക് ചെയ്യാനുള്ളത്? അവരെ സഹായിക്കാൻ ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ഒരു തുട്ടുകൊണ്ടെങ്കിലും തണലാവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതാണ് നമുക്ക് ഈ ദുനിയാവിൽ ഈ ഒരു സന്ദർഭത്തിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. പ്രാർത്ഥിച്ചതിനു ശേഷം അവർക്ക് സാമ്പത്തികമായി സഹായിക്കാൻ, അവർക്കൊരു നേരത്തെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ, അവർക്ക് എന്തെങ്കിലും വസ്ത്രത്തിന്റെ കഷ്ണങ്ങൾ എത്തിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒരു പരിശ്രമം നടക്കുന്നുണ്ടെങ്കിൽ അതുമായി നമ്മൾ സഹകരിക്കുക. ഇൻഷാ അല്ലാഹ് ഈ പെരുന്നാൾ ഖുത്ബക്ക് ശേഷം നമ്മുടെ പള്ളിക്ക് സമീപം ആ ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടിയുള്ള കലക്ഷൻ നടക്കുന്നുണ്ട്. അത് കേവലം ഒരു പിരിവായി, സാധാരണ നടക്കുന്ന ഏതെങ്കിലും ഒരു കലക്ഷനായി നിങ്ങൾ പരിഗണിക്കരുത്. നമ്മുടെ മക്കൾക്ക് നാം വസ്ത്രം വാങ്ങിക്കൊടുത്തതുപോലെ, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഇണകൾക്ക്, നമ്മുടെ ഉമ്മമാർക്ക് നാം ചെയ്തു കൊടുത്തതുപോലെ നമ്മൾ ചെയ്യാനുള്ള ബാധ്യതയാണെന്ന് തിരിച്ചറിയുക. അതുമായി എല്ലാവരും സഹകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിവസം, ഈ ഒരു പെരുന്നാളിന്റെ സുദിനം 30 ദിവസം നാം നോമ്പ് അനുഷ്ഠിച്ചു, വ്രതാനുഷ്ഠാനത്തിലായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മനസ്സിനെ നന്നാക്കിയെടുക്കാനുള്ള പരിശ്രമങ്ങളിലായിരുന്നു. ആ 30 ദിവസത്തെ അല്ലാഹുവിന്റെ ബർക്കത്ത്, ആ 30 ദിവസത്തെ അല്ലാഹുവിന്റെ അനുഗ്രഹം ഈ ഒരു കേവലം ഒരു ദിവസം കൊണ്ട്, ഒരു ദിനം കൊണ്ട് ഇല്ലാതാക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ മക്കൾ എവിടെയാണ്, നമ്മുടെ കുടുംബങ്ങളുള്ള എവിടെയാണ്, നമ്മൾ ആഘോഷങ്ങൾ ഏത് രൂപത്തിലാണെന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുള്ള ബന്ധങ്ങൾ നന്നാക്കുകയും നമ്മുടെ ഇടയിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പരിശ്രമിക്കുകയും
പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ആഘോഷമാവട്ടെ നമ്മുടെ ഈ പെരുന്നാൾ സുദിനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ, നല്ല രൂപത്തിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആരാധനയാണ് ആഘോഷമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ആരാധനയായി അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഈ ഒരു ദിവസം പെരുന്നാൾ ആഘോഷിച്ചത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന ഒരു പ്രവർത്തനമായി മാറുന്ന രൂപത്തിൽ നാം ആ ആഘോഷത്തെ മാറ്റിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ചുറ്റുപാടും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്ക് എല്ലാവിധ അവരുടെ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, അന്ന് ഫലസ്തീനിന്റെ മണ്ണിൽ ഗാസയിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരികൾ, അല്ലാഹുവേ, അവർക്ക് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, അവിടെ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചു പൈതങ്ങൾ, അക്രമത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്ത്, അവരെ ആ പ്രയാസങ്ങളിൽ നിന്നും നീ അവരെ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുവേ, അവർക്കെതിരെ അക്രമങ്ങളുമായി വരുന്ന ആളുകൾക്ക് അതിൽ നിന്നും മോചനം നേടാനുള്ള, അതിനെ അവസാനിപ്പിക്കാനുള്ള നല്ല മനസ്സ് അവർക്ക് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതും രഹസ്യമായതും പരസ്യമായതുമായ ഓരോ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ ഞങ്ങൾ നേടിയെടുത്ത വിശുദ്ധി, ഞങ്ങൾ നേടിയെടുത്ത ഈ മാനിനെ അടുത്ത റമദാൻ വരെ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ റമദാനിനെ പുൽകാൻ ഞങ്ങൾക്ക് സാധിച്ചു. അല്ലാഹുവേ, അടുത്ത റമദാനിനെയും സ്വീകരിക്കാനുള്ള, നല്ല മനസ്സോടുകൂടി സ്വീകരിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ, നിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റി പോകാതിരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് തിന്മകളിൽ നിന്നും പരമാവധി അകന്നു നിന്നുകൊണ്ടും നിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്ന, നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട, ഞങ്ങളുടെ കുടുംബങ്ങളിൽപ്പെട്ട, ഞങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട, ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളെപ്പോലെ സജീവമായി സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലാനുള്ള ആഫിയത്തും ആരോഗ്യവും അവർക്ക് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നേരിന്റെ മാർഗം കാണിച്ചു കൊടുക്കണമേ നാഥ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാണ്, ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അല്ലാഹുവേ, മരണപ്പെടുന്ന സമയത്ത് മുഅ്മിനായിക്കൊണ്ട്, മുത്തഖിയായിക്കൊണ്ട്, നെറ്റിപ്പടത്തിൽ വിയർപ്പോടുകൂടി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനൻ. അല്ലാഹുവേ, നാളെ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകൾ, അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനൻ. അല്ലാഹുവേ, നാളെ പരലോകത്ത് നരകത്തിന്റെ അതികഠിന കഠോരമായ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇന്ന് ഈ പെരുന്നാൾ സുദിനത്തിൽ നിന്റെ ഈ ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജ്ർനാ من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ثبت قلوبنا على دينك. ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.